നീ ഒന്ന് പ്രസവിച്ച് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കൊന്ന് പോയാൽ മതി, അത്രേ സമാധാനം കിട്ടും. അമ്മേ അമ്മേ, എന്താടി, എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നേ? അമ്മ കൊച്ചു കിടന്ന് കരയുന്ന അമ്മയ്ക്ക് കേട്ടൂടെ? അവനാ തൊട്ടില്ല കിടക്കുന്നേ, ഒന്ന് ആട്ടി കൊടുക്കമ്മേ. നീ ഒന്ന് പോയ വെച്ച് കിടന്ന് ഇതേ സവോള വഴറ്റിക്കൊണ്ടിരിക്കുക, അതിപ്പോ കരിഞ്ഞു പോകും. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നീ പോയി നോക്ക്, ആട്ടാ നോക്ക്. അമ്മ ഞാൻ ബാത്റൂമിൽ കയറിയതുള്ളൂ, വയറുവേദന എടുത്തിട്ട് വയ്യ. അമ്മ ഒന്ന് 2 പ്രാവശ്യം ആട്ടിയാൽ മതി, അവൻ ഉറങ്ങിക്കോളും. എടി പെണ്ണെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ അവിടെ അടുക്കളയിലാന്ന്. എടി കറി അടുപ്പത്താണ്, അത് കരിഞ്ഞു പോകും. നീ പോയി ആട്ടാൻ നോക്കി. നീ ബാത്റൂമിൽ പെറ്റി കിടക്കൊന്നും അല്ലല്ലോ, മര്യാദയ്ക്ക് പോയി ആട്ടാൻ നോക്ക്. ഈ കൊച്ചു തന്നെ ഏത് നേരം കാറ് കടന്നു കിടന്നിട്ട്. എന്തോരു നേരം ആട്ടിയിട്ടാന്ന് പറയുമ്പോ ഒന്ന് ഉറങ്ങി. മനുഷ്യന് ബാത്റൂം പോകാനാവും സമ്മതിക്കില്ല. അല്ല അമ്മ ഇന്നലെ എന്തോ പ്രാവശ്യം ഞാൻ വിളിച്ച് റൂമിന്റെ അവിടെ വന്നിട്ട് നിങ്ങളെന്നെ ഒന്ന് അറിഞ്ഞത് പോലുമില്ല, വാതിൽ പോലും തുറന്നില്ല. നീ വിളിച്ചോ? ഞാൻ കേട്ടില്ലല്ലോ. ബെസ്റ്റ്. എൻ്റെ അമ്മ അവൻ ഇന്നലെ മൊത്തം കരച്ചിലായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ല. അവൻ കിടന്ന് കരയുവോ, എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. വയറുവേദനയാണോ ചെവിവേദനയാണോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ചെടുങ്ങിക്കൊണ്ട് 2-2 മണിക്കൂറാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ എങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടി ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. അച്ഛനമ്മ എന്തിനാ ലോക്ക് ചെയ്ത് കിടന്നുറങ്ങിയേ? ഞാനിതൊന്നും അറിഞ്ഞില്ല. ഒന്നാമത് ഈ വീട്ടിലെ പണികൾ മൊത്തം ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കൈ സഹായത്തിന് ഇവിടെ ആളില്ല. പണ്ട് അച്ഛനും ഞാനും മാത്രമുള്ള സമയത്ത് എന്നാ സുഖമായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിപ്പോൾ നീ ഇവിടെ പ്രസവിക്കാനും വന്ന് ഇവിടെ ഇപ്പോൾ നിൻ്റെയും കൊച്ചിൻ്റെയും കൂടെ ആയി പണികളായി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് വയ്യ. രാത്രി ഒന്ന് എല്ലാം കഴിഞ്ഞൊന്ന് കിടക്കുമ്പോൾ ഇവിടെ ഭൂകമ്പം നടന്നാലും ഞാൻ അറിയത്തില്ല, എന്നെ കൊണ്ട് വയ്യ. അമ്മ ഉറങ്ങണേ ഉറങ്ങിക്കോ, ഞങ്ങളുടെ കൂടെ വന്ന് കിടന്നൂടെ? ഞാനും കുഞ്ഞും കിടക്കുന്ന റൂമിലല്ലേ കിടക്കേണ്ടത്. സാധാരണ പ്രസവിച്ച് കിടക്കുന്ന പെമ്മക്കളുടെ റൂമിലാണല്ലോ അമ്മമാർ കിടക്കാറ്. അമ്മ മാത്രം വേറെ മാറി കിടക്കത്തു. സാധാരണ തള്ളന്മാരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ രീതി ഇങ്ങനെയാണ്. എനിക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. ഇന്നാവ് നിങ്ങളുടെ കൂടെ കിടന്നു കഴിഞ്ഞാൽ കൊച്ചു രാത്രി കിടന്ന് കരയും. ആ കരച്ചിൽ കണ്ട് ഞാൻ ഉറക്കത്തിൽ ഞെട്ടി എണീക്കും. എനിക്ക് ഈ ഉറക്കത്തിൽ ഞെട്ടി എണീക്കാൻ തലവേദന വരും. നിനക്ക് അറിയാവുന്നതല്ലേ, എന്നെ കൊണ്ട് വയ്യ. അതൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ കിടക്കാത്ത, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ മാത്രമല്ല 60 ദിവസമായില്ലേ കൊച്ചിന്, 60 ദിവസം കഴിഞ്ഞു കൊച്ചിന്. നിനക്കിപ്പോൾ കൊച്ചിനെ നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ സഹായം എന്നാ? ഞാൻ അവനെ നോക്കുന്നുണ്ടല്ലോ അമ്മ. പിന്നെ കുഞ്ഞുങ്ങളിങ്ങനെ കരഞ്ഞ് വാശി പിടിക്കുകയൊക്കെ സമയത്ത് രാത്രി സ്വന്തം അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് മാറിയെടുക്കാനുണ്ടാവുമ്പോഴേ എനിക്കൊരു സമാധാനമല്ലേ. ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. ആ ഒരു വിഷമത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അമ്മ തുണി കഴുകാൻ പോകണോ? എൻ്റെ ഒരു 2 ടോപ്പും കുഞ്ഞിൻ്റെ ഒരു 2-3 ഉണ്ട്. അമ്മ ഒന്ന് കഴുകാവോ? എൻ്റെ പൊന്നു വെച്ചാൽ എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിൻ്റെ കൂടെ നിൻ്റെയും കൂടെ ചെയ്യാമെന്ന് എന്നെ കൊണ്ട് വയ്യ. ഇവിടെ എൻ്റെ ഈ ആരോഗ്യം വെച്ച് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്തു പോകണമെന്ന് ദൈവം തമ്പരാന് മാത്രമേ അറിയത്തുള്ളൂ. 2 ദിവസമായിട്ട് ഇവിടെ തുണി അലക്കിയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ എൻ്റെ കൂടെ തന്നെ കുറേ ഉണ്ട്. ഇത് ഞാൻ അലക്കട്ടെ. നിനക്ക് നിൻ്റെയും കുഞ്ഞിൻ്റെയും അലക്കി കൊടുക്കും. നിനക്കിവിടെ വേറെ എന്താ പണി? നിനക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇതൊക്കെ. അമ്മ കുഞ്ഞ് നേരത്തെ എഴുന്നേറ്റതാണ്, ഇനിയിപ്പോൾ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മ തുണി അലക്കിയിട്ട് വന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്തൊന്ന് കിടന്നാൽ മതി. ആ സമയം കൊണ്ട് ഞാൻ കഴിക്കോളാം. ഉച്ചയ്ക്ക് ഇച്ചിരി നേരം മടിയെല്ലാം കഴിഞ്ഞ് കിടക്കാൻ കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ ഒന്നും ഒരിക്കലും കിടക്കത്തില്ല. അവനാണെങ്കിൽ ഉച്ചയ്ക്കൊന്നും ഉറങ്ങത്തുമില്ല, എന്നെ കൊണ്ട് ഉറക്കത്തുമില്ല. അങ്ങനെ കാറിയും കൂവിയൊക്കെ കിടക്കും. എന്നെ കൊണ്ടൊന്നും മേല. അത് അവൻ്റെ അടുത്തൊന്നും ഒരിക്കലും കിടക്കത്തില്ല. നീ അവൻ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴേലും ഒന്ന് ചെയ്താൽ മതി. എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കണേ? അമ്മ ഞാൻ ഒരു രീതിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ? ഒന്നാമത് കുഞ്ഞിൻ്റെ കാര്യം എല്ലാം തന്നെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. കൊച്ചിന് 15 ദിവസമായപ്പോൾ തൊട്ട് അവൻ്റെ തുണിയും എൻ്റെ തുണിയും എല്ലാം ഞാൻ തന്നെയല്ലേ അലക്കുന്നത്. അമ്മ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണം? ഒരു ദിവസം നനക്കുമെന്ന് ചോദിച്ചതിനാണ് ഇത്രയൊക്കെ പറയണേ. നീ എന്നെ കൂടുതൽ സംസാരിക്കാൻ പഠിപ്പിക്കല്ലേ കേട്ടോ. എനിക്ക് മടുത്തു. അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ഇവിടെ. മനുഷ്യർ ഭ്രാന്താവുക. ഏത് നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണി ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവിടെ. ഞാനും അച്ഛനോടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പണിയും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചമ്മന്തി അരച്ചോ അല്ലെങ്കിൽ വല്ല മുളകും പൊട്ടിച്ചോ ഞങ്ങൾക്ക് അത് മതി. ഇപ്പം അതാണ് അവസ്ഥ. നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരണം? പ്രസവം, അത് കഴിഞ്ഞുള്ള പരിചരണം, കൊച്ചിനെ കുളിപ്പിക്കൽ, നിൻ്റെ കാര്യം നോക്കൽ, എന്തൊക്കെയാണ്. അതുകൂടാണ്ട് നിന്നെയും കൊച്ചിനെയും കാണാൻ വരുന്നവരുടെ സൽക്കരിക്കൽ, അത് ഉണ്ടാക്കൽ, ഇത് ഉണ്ടാക്കൽ, എല്ലാം കൂടെ മടുത്തു. മനുഷ്യനെ ഒരു രാത്രി ഒന്ന് കിടക്കുമ്പോൾ ചത്ത പോലെയാണ് കിടക്കുന്നത്. അത്രയ്ക്ക് പണിയുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ നീ ആവശ്യമില്ലാത്ത പണി ഇങ്ങോട്ട് കൊണ്ട തരല്ലേ കേട്ടോ. നിനക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ടൊന്നും മേല നിൻ്റെയും കൊച്ചിൻ്റെ തുണിയൊന്നും അലക്കാൻ. ഹലോ ഏട്ടാ. അമ്മ
ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിനിപ്പോൾ 10-63 ദിവസമായല്ലോ. ഒരു 56 കഴിഞ്ഞപ്പോൾ തൊട്ടേ ചേട്ടൻ പറയാൻ തുടങ്ങിയതാ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം. പിന്നെ ചേട്ടൻ ഈ ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇവിടെ വരെ കുഞ്ഞിനെ എന്നെ വന്ന് കാണാനുള്ളൊരു ദൂരക്കൂടുതലൊക്കെ ഉണ്ടല്ലോ. ആ അത് ശരിയാ, അവനും കാണില്ലേ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹം. അപ്പോൾ ഈ ഞായറാഴ്ചത്തേക്ക് 70 ദിവസം ആവുമല്ലോ. അപ്പോൾ ഈ ഞായറാഴ്ച ഒന്ന് കൂട്ടിക്കൊണ്ട് പോയാലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ ഞായറാഴ്ചയോ? അയ്യോ, ഇനിയിപ്പോൾ ദിവസമൊന്നും ഇല്ലല്ലോ, അവരായിട്ടും കൂടി പറഞ്ഞതല്ലേ. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. നന്നായി. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്? നിനക്ക് പോകുമ്പോൾ ഒരു കട്ടിൽ മേടിച്ചുകൊണ്ട് പോകണം. ഇപ്പോൾ എല്ലാവരും കൂടെ കുഞ്ഞൊക്കെ ആയതുകൊണ്ട് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അവിടെ ചെറിയ കട്ടിലല്ലേ ഉള്ളത്. ഒരു കട്ടിൽ മേടിക്കണം, കുറേ കാര്യങ്ങൾ ഒരുക്കാനുണ്ടല്ലോ. ഞാൻ എന്തായാലും ഒന്ന് അച്ഛനെ വിളിക്കട്ടെ. ദിവസം കുറച്ചേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്ക് വിഷമമൊന്നുമില്ലേ ഞാനും കുഞ്ഞും പോകുന്നതല്ലേ? ഓ, എന്നാ വിഷമം? നീ എന്തായാലും നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാനുള്ളതല്ലേ. ഞങ്ങളിപ്പോൾ വിഷമിച്ചോണ്ടിരുന്നിട്ട് എന്നാ കാര്യം? നിന്നെയും നിൻ്റെ ചേച്ചീനെയൊക്കെ കെട്ടിച്ച് വിട്ടപ്പോൾ സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല, ഞങ്ങളതായിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടു. ഞാനും അച്ഛനായിട്ടുള്ളൊരു ജീവിതമൊക്കെ ആയി. അത്രയൊക്കെ ഉള്ളന്നേ. ഇനിയിപ്പോൾ എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല, കുറേ കാര്യങ്ങൾ ഒരുക്കണ്ടേ. ഒരാഴ്ച ഇല്ല ഇനിയിപ്പോൾ. എന്നാ ഇപ്പോൾ ചെയ്യേണ്ടേ? കുറച്ച് സാധനങ്ങൾ ഞാൻ അച്ഛനെ വിളിക്കട്ടെ. അച്ഛനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒന്ന് ഒരുക്കട്ടെ കേട്ടോ. നിനക്ക് തുണി അലക്കാനില്ലേ? അമ്മ കഴുകി തരാം കേട്ടോ. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ കഴുകിക്കോളാം കേട്ടോ.